ഹലോ, ഇന്ന് നമുക്ക് യാത്ര തന്നെയാണ് കേട്ടോ. ഞാൻ ഇന്ന് പ്രതിലിപിയുടെ മീറ്റപ്പിന് വേണ്ടി പോവാണ്. ഞാൻ പ്രതിലിപിയിൽ എഴുതി തുടങ്ങിയിട്ട് ഇപ്പോൾ 4 വർഷം ആവുന്നുണ്ട്. ഈ 4 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെന്താണ്, എനിക്ക് ലിപിയിൽ നിന്ന് ചെറിയ ഏണിങ്സ് കിട്ടുന്നുണ്ട്. അതുകൂടാണ്ട് സർട്ടിഫിക്കറ്റ് വന്നപ്പോഴാട്ടോ എൻ്റെ വീട്ടിലെല്ലാവരും അറിയുന്നത് ഞാൻ ചെറുതായിട്ട് എഴുതുമെന്നൊക്കെ ഉള്ളത്. അതുവരെ നമ്മൾ പറയുമ്പോൾ കളിയാക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, കുറേ നാൾ ഞാൻ വീട്ടിൽ പറയാണ്ടും പേടിച്ചൊക്കെ തന്നെയായിരുന്നു. പേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നൊന്നുമല്ല. ഇപ്പോൾ നെഗറ്റീവ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് പേടിച്ചിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. എനിക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. പോസ്റ്റ് ചെയ്തിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ പിന്നെ പറയാണ്ടായിരുന്നു പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഒരു 2 വർഷമായിട്ടുള്ളൂ വീട്ടിലെല്ലാവരും അറിഞ്ഞു. ഇനിയിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഹാപ്പി ആയിട്ട് എഴുതി പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ എൻ്റെ ജോബും നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ എന്നുള്ളത്. നമ്മൾ പലപ്പോഴായിട്ട് ചെയ്ത് നോക്കി പരാജയപ്പെട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു. എന്തുകൊണ്ടോ അങ്ങനെ ഓരോ സമയമുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ടൈമിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ എല്ലാ വെരിഫിക്കേഷനോടുകൂടെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിതുപോലെ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ക്ലാസ്സുകളും ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ക്ലാസ്സുകളും വ്ളോഗും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി അതിൻ്റെ അകത്തുണ്ട്. ഇതും എൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷം. അതിൻ്റെ കൂടെ അതായത് നമ്മളിപ്പോൾ ഒരു ജോബ് ചെയ്ത് ഒരു ഏണിങ്സ് നമുക്ക് തന്നെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന എന്തൊരു പ്രൊഡക്റ്റും കസ്റ്റമേഴ്സിന് ഇഷ്ടമായെന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ്. പിന്നെ നമ്മൾ എഴുതുന്ന കഥ അത് വായിക്കാൻ ഒരുപാട് ആളുണ്ടെന്ന് പറയുമ്പോൾ അതും ഒരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സംഭവമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങളും വന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ആ റെയിൽവേ ട്രാക്കിൽ ഒരു മയിലിനെ കണ്ടിട്ട് ഞാൻ എന്ന് ട്രെയിനിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ മയിലിനെ ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ആണായാലും പെണ്ണായാലും ഏതെങ്കിലും ഒരു മയിലിനെ ഞാൻ കണ്ടിരിക്കും. ഇപ്പോൾ ഈ ട്രെയിനിനൊന്നും തീരെ ശബ്ദമില്ല കേട്ടോ. ഞാൻ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തുകൊണ്ടോ ഇലക്ട്രിക് ആയതുകൊണ്ടായിരിക്കാം ട്രെയിനൊന്നും ശബ്ദമില്ല. മുമ്പ് എന്ന് പറയുമ്പോൾ കട്ടയെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ശബ്ദമായിരിക്കുമല്ലേ. ഇപ്പോൾ ട്രെയിൻ പോകുന്നുണ്ടെന്നുള്ള ചെറിയ കുഞ്ഞു ചിക് 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 എന്നുള്ള ചെറിയൊരു ശബ്ദം മാത്രമല്ല, ഒന്ന് ദൂരെ നിന്ന് കേൾക്കില്ലേ, ആ ഒരു ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ പോയപ്പോൾ വഴി തെറ്റിപ്പോയി. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടല്ല പോയത്. കാലടി നമുക്കറിയാമല്ലോ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണല്ലോ എന്നുള്ള എൻ്റെ വീട്ടിൽ നിന്ന് 27 കിലോമീറ്റർ ആയിരുന്നു നമ്മുടെ സമീക്ഷയിലോട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന റൂട്ടാണല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷേ നമ്മളിപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ കയറുന്നതും ബാക്കിൽ കൂടെ കയറുന്നതും തമ്മിൽ വ്യത്യാസമില്ലല്ലോ. സംഭവം നമ്മളൊരു വീട്ടിലെത്തും, എങ്കിലും ആ ഒരു വഴി വ്യത്യാസം ഉണ്ടാവുമല്ലോ. പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ ബാക്കിൽ കൂടെയാണ് വന്നത്. അവർ നമുക്ക് തന്നൊരു ഇതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ കൂടെ ഉള്ളൊരു ഐഡിയ ആണ് തന്നേക്കുന്നത്, അതായത് റൂട്ടാണ് തന്നിരുന്നത്. അങ്ങനെ നമ്മൾ സമീക്ഷയിലെത്തി. 10:25 ആയിട്ടുണ്ട് ഞാൻ സമീക്ഷയിലെത്തുമ്പോൾ. ഞാൻ ചെല്ലുമ്പോൾ അവിടെ പലരുമായിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ ഒന്ന് നെഞ്ച് കാളി, കാരണം മൈക്ക് ഞാനും ചേരില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ പരിചയപ്പെടുന്നു. പിന്നെ ചെന്നപ്പോൾ തന്നെ ഷൈമ മാം ഉണ്ടായിരുന്നു, നമ്മൾ വിഷ് ചെയ്തു, അകത്ത് കയറ്റിയിരുത്തി. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവരെയും ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ അവരവരുടെ പേര് പറയുന്നു, സ്ഥലം പറയുന്നു, പിന്നെ അവരുടെ കഥയിലെ കുറച്ച് ഭാഗങ്ങൾ വായിക്കുന്നു. ചിലർ കഥ ഫുള്ളായിട്ട് വായിക്കുന്നുണ്ട്. ചെറിയ ഷോർട്ട് സ്റ്റോറീസൊക്കെ ഉണ്ടാവുമല്ലോ, 2 മിനിറ്റിൻ്റെ 3 മിനിറ്റിൻ്റെ, അതൊക്കെ അവർ ഫുള്ളായിട്ട് വായിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ തുടങ്ങി എനിക്ക് നെഞ്ചിടിപ്പ്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് എന്നേക്കാളും നെഞ്ചിടിപ്പ് കൂടിയ ഒരാൾ അവിടെ ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞത്. പുള്ളി 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ കയറിങ്ങാട്ട് ഞാൻ പറയാം, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് എനിക്ക് ഷിവർ ചെയ്യുന്നുണ്ട്, എന്നെ താങ്ങി കൊണ്ടുപോകാൻ ആൾ വേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളിക്കാരത്തി പറഞ്ഞപ്പോൾ മാം അത് സമ്മതിച്ചു. പക്ഷേ അയാൾ മൈക്ക് മേടിച്ചിട്ട് സംസാരിച്ചു, അതായത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ടാണ് ആൾ പോയത് കേട്ടോ. അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ പരിചയപ്പെട്ടത്. ഇത് നമ്മുടെ ദിലീപൻ സാറാണ് പോകുന്നത്. പിന്നെ ഞാനവിടെ ഇരിപ്പുണ്ട്. ഞാനും എന്ത് പറയണം, ഞാൻ സ്റ്റോറിയുടെ ഒക്കെ കുറേ ഭാഗങ്ങളൊക്കെ എടുത്ത് നോക്കി, നീ ഏത് ഭാഗം വായിക്കണം, എന്ത് വായിക്കണം. പിന്നെ എനിക്ക് തോന്നി നമ്മൾ അതായത് നമ്മളുടെ ഒരു ഇമോഷൻ ഫീൽ ചെയ്തുകൊണ്ടായിരിക്കുള്ളൂ വായിക്കുന്നത്. അപ്പോൾ കേൾക്കുന്നവർക്കത് എഫക്റ്റായിട്ടൊന്നും വരില്ല. അപ്പോൾ നമ്മൾ പറയില്ല, നമുക്ക് എഴുതാൻ മാത്രമേ അറിയുള്ളൂ, വായിക്കാൻ അറിയാൻ പാടില്ല, തമാശക്കാണ് പറയണമെങ്കിലും എൻ്റെ കാര്യത്തിൽ അതാണ്. അപ്പോൾ ഞാൻ എഴുതുന്ന ഫീൽ അല്ലെങ്കിൽ ഇമോഷൻ എനിക്ക് വായിക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പണിക്ക് നിന്നില്ല. ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപിയിൽ നിന്നുണ്ടായ ഒരു നേട്ടത്തിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഒരു 5 മിനിറ്റ് ലോങ് ആയി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടോ, എല്ലാവരും പരിചയപ്പെടുന്ന, നിങ്ങൾ എല്ലാവരും കണ്ടോളൂ.
പ്രായോഗിക കാമുകൻ അപ്പൊ മനസ്സിലായില്ല. വീണപ്പൂവിന്റെ കാലിൽ ചേർന്ന് കാമുകൻ കണ്ടൊരു കാര്യം മതി. വീണപ്പൂവിന്റെ കാലിൽ ചേർന്ന് കാമുകൻ കണ്ടൊരു കാര്യം മതി. ആ പ്രിയ പ്രണയപുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നതൊരു രാജ്യം കണക്കിന്. അത് കുമാരനാശൻ കണ്ടിരിക്കുന്നത്. നിന്നിൽ പക്ഷേ മധുവിന്റെ കണിക പോലും ഇന്നില്ല എനിക്ക് മുഴുവൻ ക്ഷണിപ്പതുണ്ട് എന്നെ അവിടെ വീഴാത്ത യൗവനം ചേർന്ന പൂവുകൾ. ക്ഷണിപ്പതുണ്ട് എന്നെ അവിടെ വീഴാത്ത യൗവനം ചേർന്ന പൂവുകൾ. നിനക്കായി ഞാൻ എന്തിനി പാടാക്കണം എന്റെ ജന്മം. ഒരു പരാഗണത്തിന് നിനക്കാവതില്ലെന്നറിയും സത്യം ഞാൻ. തേടട്ടെ ഞാൻ പ്രണയഗന്ധപരിതയാം പൂമ്പൊടിയാർന്ന വീഴാത്ത പൂവിന്. ചെറിയതാണ് ഇത്. പിന്നെ പ്രതിലിപിയിൽ എഴുതിയ വനിതാ പേയിങ് ഗസ്റ്റില്ലേ, അതിൻ്റെ ഒരു ചെറിയ ഒരു കാര്യം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ചെന്നിട്ട് പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്നു. അവിടെ ചില അപ്രതീക്ഷിതമായ സംഭവം ഉണ്ടെന്ന് അവിടുത്തെ ഫോട്ടോ കാണുമ്പോൾ അത് പണ്ടയാൾ ആ പെൺകുട്ടി പ്രേമിച്ചിരുന്ന ആളാണെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ ഒരു കഥയാണ്. അപ്പോഴത്തെ എല്ലാം ടെസ്റ്റ് കൊടുത്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ പറഞ്ഞോളൂ എല്ലാത്തിൻ്റെ ഇതിലും ഇവർ പറയുന്ന എന്താണ് ബുക്കും ഹാങ്ങും എല്ലാ സാധനവും ഉണ്ട് ക്ലാസ്സിൽ പറയുന്നത്. എന്റെ പൊന്നുമോളെ നീ എവിടെയായിരുന്നു ഇത്ര നാൾ? ഇന്ന് രാമ ഗദ്ഗത കണ്ടത്തോടെ ജമുനയുടെ ഇരുതോടും പിടിച്ചു. അവളുടെ കണ്ണുകളിലേക്ക് ആശ്രതി കൊണ്ടു. മോളെ, ആ പെൺകുട്ടി നീ തന്നെയായിരുന്നല്ലേ എന്റെ കൃഷ്ണ. ഞാൻ എങ്ങനെ നിന്നോട് നന്ദി പറയുന്നു? തിരിച്ചു തന്നല്ലോ അവളെ ഈ ഞങ്ങൾക്കായി. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇതിന്റെ എൻഡിങ് ആണ്. അതേവരെ മനസ്സിലാക്കാൻ കഴിയാത്തതും ശ്രമിക്കാത്തതും അനുഭവിക്കാത്തതുമായ അസുലഭമായ വികാരം അവിടെ അലകരിച്ചു. രമേശ് പണിക്കർ വലത് കയ്യിൽ കരുതിയിരുന്ന ഒരു മോതിരം നീട്ടി ജമുനയോട് ചോദിച്ചു, വിളിയുമാരി. ജമുനയുടെ മോതിരവിരൽ രമേശ് പണിക്കർ നീട്ടിയ മോതിരത്തിന്റെ നേരെ അറിയാതെ നിന്നു. അതിന് ദൃക്സാക്ഷികളായി രണ്ട് ആ വൃദ്ധ ദമ്പതികളും. വിജനമായ ഒരിടം. അവൻ ഒരുപാട് നടന്നു. ആരെയും കാണുന്നില്ല. ഉറക്കി വിളിച്ചു നോക്കി. ഒടുവിൽ ക്ഷീണത്തോടെ ഒരു മരച്ചുവട്ടിൽ തളർന്നിരുന്നു. ചുറ്റും വലിയ വലിയ കുന്നുകളാണ്. ആകാശം കാണുന്നേയില്ല. പക്ഷേ ശാന്തമാണിവിടം. എവിടെ നോക്കിയാലും കളി കഴിഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾ. ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് അവൻ അറിഞ്ഞില്ല. ഇരുട്ടുന്നതും വെളുക്കുന്നതും അവൻ അറിഞ്ഞില്ല. അവൻ എപ്പോഴും ആ മരച്ചുവട്ടിൽ ഇരുന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി. അവന്റെ ചിന്ത ആകാശത്തോളം വലുതായി, ഇടയ്ക്കൊക്കെ മണൽത്തരിയോളം ചെറുതായി. എന്നാലും ഈ ആകാശം എവിടെ പോയി? അവൻ സ്വയം ചോദ്യങ്ങൾ ചോദിച്ചു, കളിച്ചു, ചിരിച്ചു, ചിന്തിച്ചു. തനിച്ചുള്ള ജീവിതം അവൻ ആസ്വദിക്കാൻ തുടങ്ങി. അവനൊന്ന് ഉറങ്ങാൻ നോക്കി. പക്ഷെ അവന്റെ കൺപോളകൾ അടയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഉറങ്ങാത്തതിൽ അവന് നിരാശ തോന്നിയില്ല. ഇനി ആരും വേണ്ട, ഇവിടെ ഞാൻ മാത്രം മതി എന്നവൻ ചിന്തിച്ചു തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അത് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി. അപ്പോൾ പതിയെ പതിയെ ആകാശം തെളിഞ്ഞു. ചുറ്റിലും ഇരുട്ട് പരക്കാൻ തുടങ്ങി. ആ ഇരുട്ടിൽ അവൻ തനിക്ക് ചുറ്റും തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കുറെ നീല കണ്ണുകൾ കണ്ടു. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, 4 കൊല്ലം കൊണ്ടും ഒറ്റൊരു സ്റ്റോറി കൊണ്ടാണ് എനിക്ക് 4000-ലധികം ഫോളോവേഴ്സ് ഉണ്ടായിരിക്കുന്നത്. റിസർച്ച്
ഇദ്ദേഹം ലിപിയിലെ ഒരു റൈറ്ററാണ്. അതുകൂടാണ്ട് ഒരു മാധ്യമ പ്രവർത്തകനാണ്. അപ്പോൾ മാധ്യമധർമ്മം നമ്മുടെ എഴുത്തിൽ കൊണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രധാനമായിട്ട് 5 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു സംഭവം നടന്നതറിയാം, അതൊരു വാർത്തയിലേക്ക് എഴുതുമ്പോൾ നമ്മൾ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഇതേ 5 കാര്യങ്ങൾ തന്നെയാണ് ഒരു കഥയ്ക്കും വേണ്ടത്. ഓക്കെ, അത് 4 W ഒരു H ആണ്. ഫസ്റ്റത്തെ W എന്ന് പറയുന്നത് വാട്ട്, എന്ത്. അതായത് നമ്മളുടെ കഥ എന്താണെന്ന് നമുക്കറിയാം, അതാണ് എന്ത് എന്ന് പറയുന്നത്. വാട്ട്, വെൻ, വൈ, ഹൂ, ഹൗ, ഇത്രയാണ് വരുന്നത്. എന്ത്, എന്തിന്, എവിടെ, ആര്, എങ്ങനെ. ഇതാണ് നമുക്ക് 5 കാര്യങ്ങൾ വരുന്നത്. ഈ 5 കാര്യങ്ങളാണ് ഒരു വാർത്തയെയും അതുപോലെ ഒരു കഥയെയും ഉണ്ടാക്കുന്നത്. നമ്മളുടെ കഥയിലും ഒരു സംഭവം ഉണ്ടാവണം, ആ സംഭവം നടന്ന ഒരു സ്ഥലം ഉണ്ടാവണം, അത് ചെയ്ത ഒരാളുണ്ടായിരിക്കണം, ആ ആളങ്ങനെ ചെയ്തെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കണം, അത് എപ്പോൾ ചെയ്തു എന്നുണ്ടാവണം, അല്ലെ? ഇതാണ് നമ്മളുടെ ഒരു കഥയുടെയും ഗ്രൂപ്പ്. നമുക്ക് നമ്മൾ എവിടെ നോക്കിയാലും കഥകളുണ്ടെന്ന് പറയാം, അല്ലെ? നമ്മളിപ്പോ വെറുതെ ഒരു മാർക്കറ്റിൽ പോവുകയാണെങ്കിലും നമുക്ക് അവിടുന്ന് കഥകൾ കണ്ടുപിടിക്കാം. പ്രശ്നം 4ാമത്തെ പാർട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഇല്ലാത്തതാണ്. അപ്പൊ നമ്മൾ ഇനി കഥകൾ എഴുതുമ്പോൾ ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളുടെ കഥയെ വികസിപ്പിക്കാം. പക്ഷേ ഫസ്റ്റ് പാർട്ട് എഴുതി തുടങ്ങിയിട്ട് 2ാമത്തെ പേജിലുണ്ടാവുന്ന ക്യാരക്ടേഴ്സ്, എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് ആണല്ലോ, കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങൾ ഇവരൊക്കെയാണ്. ഈ കഥ ഇങ്ങനെ ആരൊക്കെ വന്നോട്ടെ, പുതിയ സബ്പ്ലോട്ടുകൾ വന്നോട്ടെ, എന്തൊക്കെ വന്നോട്ടെ, ഈ കഥ എവിടെ പോയി അവസാനിക്കണമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടാകും. നമുക്കത് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ന്യൂസിൽ നിന്ന്, ഈ ന്യൂസിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ 5 ചോദ്യങ്ങളും ഉണ്ട്, അല്ലേ? 5 ചോദ്യത്തിനുള്ള ഉത്തരവും ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരു പുതിയ കഥ ഓരോരുത്തരും കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഏത് ഷീറ്റ് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അടുത്ത നമ്മൾ ബ്രേക്കിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോ പ്ലോട്ട് കണ്ടുപിടിക്കാം. അതായത് അടുത്തൊരു കഥ എഴുതാനുള്ള ഒരു ആശയം കണ്ടുപിടിക്കുക. അതിൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെ തന്നിരിക്കുന്ന കഥയായിരിക്കണം എന്നല്ല എടുക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ അതിൻ്റെ മുമ്പത്തെ വർഷത്തെ ക്രിയേറ്റർ പ്രോഗ്രാമിൻ്റെ ഫെലോഷിപ്പ് പ്രോഗ്രാമിൽ ഈ ഒരു എക്സസൈസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിദേശ പേജിലായിരുന്നു ആ വാർത്ത വന്നത്. ഒരു ഹോസ്പിറ്റലിൽ നവജാത ശിശുക്കൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്കൊന്നും ഒരു അസുഖവും ഇല്ല, പക്ഷെ ഇവർ മരിച്ചുകൊണ്ടിരിക്കുവാണ്. 7ാമത്തെ കുട്ടി ആയപ്പോഴാണ് ഇതിനെ അന്വേഷിക്കുന്നത്. അന്വേഷിച്ചപ്പോൾ ഈ പ്രസവം കഴിഞ്ഞിട്ട് നമ്മൾ ഇൻക്യുബേറ്ററിലേക്ക് മാറ്റുമല്ലോ, അങ്ങനെ കൊണ്ടുപോകുന്ന ഹെഡ് നഴ്സ് ഈ കുട്ടികളെ അമിതമായിട്ടുള്ള അളവിൽ ഓക്സിജൻ വെച്ചു കൊടുത്ത് കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതായിരുന്നു ആ ന്യൂസ്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അന്നൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്തു. സ്റ്റോറി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടേക്ക് ആ ഹോസ്പിറ്റലിലേക്ക് പുതിയൊരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ വരികയാണ്. ആ സ്ത്രീ ആക്ച്വലി ഒരു സിംഗിൾ മദറാണ്. ആ സ്ത്രീയുടെ ഭർത്താവ് അവർ ഉപേക്ഷിച്ചിട്ട് പോയി. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇനി ആരുമില്ല. അവരാകെ ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഈ കുഞ്ഞിന് വേണ്ടി മാത്രമാണ്. അങ്ങനെ ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന അവരെ പ്രസവിച്ചു കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുഞ്ഞ് മരിച്ചു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. അത്രയും നാള് ആ കുഞ്ഞിന് വേണ്ടി ജീവിച്ച ഒരു സ്ത്രീ പെട്ടെന്ന് തന്റെ കുഞ്ഞിനെ തന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം, യാതൊരു പ്രശ്നവുമില്ല, ഹെൽത്തി ബേബിയാണെന്ന് പറഞ്ഞതിന് ശേഷം ഈ കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഇനി എന്റെ കുഞ്ഞ് എങ്ങനെ മരിച്ചു എന്നുള്ള ആ ഒരു ചോദ്യത്തിലേക്ക് ഈ സ്ത്രീ യാത്ര ചെയ്യാണ്. അങ്ങനെ അവർ പോകുന്ന ആ യാത്രയെ നമുക്കൊരു ത്രില്ലർ കഥയാക്കി എഴുതാം. എനിക്ക് കിട്ടിയ ന്യൂസിന്റെ ഉള്ളിൽ ഈ സ്ത്രീയുടെ കാര്യമോ കുഞ്ഞ് മരിച്ച കാര്യമോ ഒന്നുമില്ല. എനിക്ക് കിട്ടിയ ന്യൂസ് അവിടുത്തെ ഹെഡ് നേഴ്സ് അവിടെയുള്ള 7 കുട്ടികളെ അമിതമായിട്ടുള്ള അളവിൽ ഓക്സിജൻ വെച്ച് കൊടുത്ത് കൊന്നു, ഇത്രയും ഉണ്ടായിരുന്നുള്ള ന്യൂസ്. പക്ഷെ അവിടെ നിന്ന് നമുക്കൊരു വലിയൊരു തുടർക്കഥയിലേക്കുള്ളൊരു പ്ലോട്ടാണ് കിട്ടിയത്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വാർത്ത കണ്ടുപിടിക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് പുതിയ കഥാപാത്രങ്ങൾ ഇടാം. വളരെ ചെറുതാക്കി അക്ഷരങ്ങളല്ല.
സെപ്പറേറ്റ് എഴുതാം, അതല്ലെങ്കിൽ ഗ്രൂപ്പിനൊന്നെന്നുള്ള രീതിയിൽ മതിയോ? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഗ്രൂപ്പിന് 2 എന്നുള്ള രീതിയിലാക്കാം. ഓക്കെ, അപ്പോൾ അതിനുള്ളിൽ 2 വാർത്ത എടുത്ത് 2 പ്ലോട്ടാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. 2 പ്ലോട്ടിൽ ഗ്രൂപ്പിന്റെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ വരുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരു ലീഡർ പറഞ്ഞേ. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടുണ്ടായ ഗുണം കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ചെറുതായിട്ട് ഒരു കഥേനെ ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാമെന്നും അതിനെങ്ങനെ വികസിപ്പിക്കാം എന്നൊക്കെ ഈ ഒരു ക്ലാസ് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലാസ് ആയിരുന്നു അത്. എല്ലാവരും ഉണ്ട് ഇങ്ങനെയാണ്. പിന്നെ സമീക്ഷയുടെ മേലധികാരിയാണ് വന്നത്. അദ്ദേഹം വന്ന് സമീക്ഷ എന്താണെന്നും സമീക്ഷ കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു തന്നു. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. അത് കൂടാണ്ട് അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. സമീക്ഷ ഒരു ആശ്രമമാണ്. വിവിധ മതങ്ങളിൽ പെടുന്നവർക്ക് സഹോദരങ്ങളായി സഹതീർത്ഥാടകരായി ഒന്നിച്ചു വരാനുള്ള ഒരു ഇടം, അതാണ് സമീക്ഷ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചതുരാകൃതിയിലുള്ള ഒരു കെട്ടിടം കാണും, ശാന്തി നിലയം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ കയറണം. അത് കണ്ടു കഴിഞ്ഞാൽ സമീക്ഷ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനോട് ചേർത്ത് ഈ ചിത്രമൊന്നും നിരീക്ഷിക്കുക. എല്ലാ മതങ്ങളും ഒരു ദിവ്യമായ പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണ് വിടരുന്നത് എന്ന സന്ദേശമാണ് ഈ ചിത്രം തരുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഒരു ഹോള് വേണമെന്നുള്ള ആഗ്രഹത്തിൽ വരികയും ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ സമീക്ഷ ഇപ്പോഴും അവിടെ ചിന്തയിൽ വരികയും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാമൊക്കെ ഒന്ന് അവസാനിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ ചുറ്റുപാടൊന്ന് നോക്കാം. ഇത് പ്രകൃതിയുമായിട്ട് അത്രയും ഇഴകി ചേർന്ന് അതുപോലെ തന്നെ പരിപാലിക്കുന്ന ഒരു ആശ്രമ ഭാഗമാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റൊക്കെ ഇടുന്നത് ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും വലിച്ചെറിയാതെ നമ്മൾ പറയുന്ന സ്ഥലത്ത് തന്നെ ഇടുക. പിന്നെ പ്ലാസ്റ്റിക്കുകളും മറ്റും അവിടെ ആയിട്ട് ഇടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെയർ എടുത്ത് വരാന്തയിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്ക് ലിബി സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിന് കൂടാണ്ട് ചായ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുൻപ് ശരിക്കും ഒരു കൗതുകം തോന്നിയൊരു കാര്യം, ഒരു റൈറ്ററിൻ്റെ ഫാൻ, ആ ചേച്ചി സൂര്യ എന്നെന്താണ് ആ പേര് പറഞ്ഞത്, ആ ചേച്ചി അവർ വന്നപ്പോൾ ഫുഡ് കഴിക്കാണ്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട് അവർക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ആ മാമിന് ആ റൈറ്റർക്കുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ നമുക്കും വൈകുന്നേരം ആയപ്പോൾ പഴംപൊരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊരു എഴുത്തുകാരിയോടുള്ളൊരു ഇഷ്ടം കൊണ്ട് നമുക്ക് മറ്റു റൈറ്റേഴ്സിനും ഒരു നേരത്തെ ഭക്ഷണം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ അതുകൂടാണ്ട് ഒരു ഫാൻസിൻ്റെ ഒരു പവർ ഷമ മാം ക്ലാസ്സിൽ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും കൗതുകം തോന്നിപ്പോയി. ഇങ്ങനെയും എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസ് ഉണ്ടല്ലോ എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയതാട്ടോ. നമുക്ക് തരാൻ വേണ്ടി അടക്കി വയ്ക്കുന്നതാണ്. ഈ അടക്കി വയ്ക്കുന്നവർക്ക് പ്രതിലിപിയുമായോ മറ്റുള്ള കാര്യങ്ങളും നേരിട്ട് ബന്ധമില്ല. അതിൽ ഒരാൾ രണ്ടാമത് നിൽക്കുന്നത് എൻ്റെ മോനാണ്. ഇപ്പുറത്തെ കണ്ണട വെച്ചത് ബെനസിർ എന്ന് പറഞ്ഞിട്ടൊരു റൈറ്ററിൻ്റെ മോനാണ്. അപ്പോൾ അവരെ കൊണ്ടായ ഹെൽപ്പ് അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, ഇതൊരു 2250 ഏക്കറിനാണോ 2500 അല്ല 250 ഏക്കറാണ്. 250 ഏക്കറിലുള്ളൊരു സ്ഥലമാണ്. പ്രകൃതി രമണീയം എന്ന് പറഞ്ഞാൽ പോരാ, അത് തന്നെയാണ്. ഭയങ്കര ശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. അതുകൂടാണ്ട് നല്ലൊരു നാട്ടിൻപുറത്ത് ചെന്നൊരു
ഫീലൊക്കെ തന്നെയായിരുന്നു. മതിയായിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് പോന്നിട്ട്. ലഞ്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ടാസ്ക് എല്ലാവരും പരിചയപ്പെടുന്നതിൻ്റെ കൂടെ നമ്മൾ എഴുതിയ സ്റ്റോറിയുടെ ഒരു ഭാഗം പറയാം എന്നൊക്കെ ഉള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടാസ്ക് ആയിരുന്നു നമുക്കൊരു പ്ലോട്ട് തന്നിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൽ നിന്ന് കഥ ഉണ്ടാക്കുക എന്നുള്ളത്. അതിൻ്റെ ഫസ്റ്റ് സെക്ഷനും ഉണ്ടായിരുന്നു, സെക്കൻഡ് സെക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സെക്കൻഡ് സെക്ഷനാണ്. അപ്പോൾ അത് എല്ലാവരും ഒരാൾ അതിൻ്റെ ഹെഡിങ് പറയാം, ബാക്കി പ്ലോട്ട് വികസിപ്പിച്ചത് മറ്റൊരാൾ എന്താണെന്ന് കഥ പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾ 4 ടീമായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഈ 4 ടീമിലും ഓരോ കഥ കഴിയുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ള മാർക്ക് 10 കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് മാർക്ക് നോക്കിയിട്ടാണ് ഓരോ വിജയിക്കുന്നവരെ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഫസ്റ്റ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സമ്മാനവും കൊടുക്കുന്നുണ്ടായിരുന്നു. അത് സർപ്രൈസ്ഡ് ആയിരുന്നു കേട്ടോ. സമ്മാനം ഉണ്ടെന്നല്ല, അനൗൺസ് ചെയ്യുന്നു മാത്രമേ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ സമ്മാനം കിട്ടുമെന്ന് വിചാരിച്ചില്ല. എല്ലാവർക്കും ഫസ്റ്റ് ടീമിനും സെക്കൻഡ് ടീമിനും സമ്മാനം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടീമിനും സെക്കൻഡ് ടീമിനും കൊടുത്തെങ്കിൽ അത് കിട്ടിയത് 3rd ഉം 4th ഉം സ്ഥാനത്തിലുള്ളവർക്കായിരുന്നു. അങ്ങനെ കഥകൾ പ്ലോട്ടുകളൊക്കെ വികസിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഭാഗങ്ങളൊന്നും അടിച്ചു കളയാണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ വോയിസ് കയറ്റിക്കൊണ്ടൊന്നും ഇതാക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ എൻ്റെ വോയിസും ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഈ 4 ടീമിൻ്റെയും കഥകൾ വരാനുണ്ട്. അപ്പോൾ വരാത്തവർ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ആ സുഹൃത്ത് അവർക്ക് അറിയാവുന്ന രീതിയിൽ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ പിന്നെ അവർ ഓൺലൈനിലും മറ്റുമൊക്കെ സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു. ഒടുവിൽ ആ അമ്മ തീരുമാനിക്കുകയാണ് ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഇതുപോലെ സാങ്കേതിക വിദ്യ അറിയാത്ത സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നതാണ് കണ്ടത്. അമ്മ അപ്ഡേറ്റഡ് ആയിരുന്നു. ഓക്കെ, 15 അറസ്റ്റ്, ഇൻസ്റ്റാഗ്രാം കൂട്ടുകാരുടെ സൗഹൃദം. കഥയുടെ പേര് രണങ്ങൾ. ഇതൊരു ക്രൈം ത്രില്ലർ മോഡിലുള്ള സ്റ്റോറിയാണ്. ഇത് തുടങ്ങുന്നത് ഫസ്റ്റ് ഭാഗം തുടങ്ങുന്നത് ജുവനൽ ഹോമിൽ പുതിയതായിട്ടൊരു ജയിലർ വരുന്നു. അദ്ദേഹം ഓരോ പല ക്രൈമുകളിലും ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുകയും അവരുടെ കഥ അന്വേഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വളരെ ക്രൂരമായ രീതിയിലുള്ള ഒരു കൊലപാതകത്തിൻ്റെ കഥ അയാൾ മനസ്സിലാക്കുകയാണ്. പിന്നെ ആ കഥ പോകുന്നത് അതിൻ്റെ അന്വേഷണം കാര്യങ്ങൾ ഒരു പറമ്പിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു 16-കാരൻ്റെ ശവശരീരം കിട്ടുന്നു. അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുന്നു. പിന്നെ ഈ മരണപ്പെട്ട പയ്യൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ വാക്കുകളായിട്ട് വരുന്നത് പോലീസ് സംശയിക്കപ്പെടുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അന്വേഷണത്തിന് വഴിത്തിരിവായിട്ട് വരുന്നത് ഈ മരണപ്പെട്ട പയ്യന് ഒരു പെൺകുട്ടിയുമായുള്ള ബന്ധമാണ്. ഈ പെൺകുട്ടിയുമായുള്ള ബന്ധവുമായി അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതേ നാട്ടിൽ തന്നെ ഒരു 15 വയസ്സുകാരൻ ഉണ്ടായിരുന്നു. ഇവർ 2 പേരും പ്രണയിച്ചത് ഒരേ പെൺകുട്ടിയാണ്. അപ്പോൾ ഈ 15-കാരൻ 16-കാരനെ മദ്യം കൊടുത്തിട്ട് കൊണ്ടുപോയി കൊല്ലുന്ന ഒരിതാണ്. പിന്നെ അതിൻ്റെ തെളിവെടുപ്പ്, കോടതിക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ജുവനൽ ഹോമിൽ വേറെയും കുറേ കുട്ടികളും കാര്യങ്ങളുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഓരോ കഥകളുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ വീണ്ടും പാർട്ടികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. പോലീസ് ഇൻസ്പെക്ടർ ജോയിൻ ചെയ്തു. അദ്ദേഹം വന്ന പാടെ തന്നെ അവിടെ വഴി കിടക്കുന്ന കേസുകളെ കുറിച്ചാണ് ആദ്യം അന്വേഷിക്കുന്നത്. അപ്പം തുടർച്ചയായി നടത്തുന്ന ഒരു കൊലപാതകത്തിൻ്റെ കേസുകൾ അവിടെ കാണുന്നത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിൻ്റെ കേസിന് പിന്നാലെ പോകുന്ന സമയത്ത് തെളിവുകളൊന്നും കിട്ടാതെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ആകെപ്പാടെ ദേഷ്യം പിടിച്ച ഒരു അവസ്ഥയിലായി. ആ സമയത്താണ് ഒരു തൊട്ടടുത്തൊരു കോളേജിൽ ഒരു പെൺകുട്ടി ദുരൂഹമായി മരണപ്പെട്ടു. ആ മരണം അന്വേഷിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഇൻസ്പെക്ടർ അവിടെ വെച്ച് നായികയെ കാണുന്നത്. അങ്ങനെ ഈ കേസിൻ്റെ അന്വേഷണത്തിന് ഒരു കാര്യം, മുമ്പ് നടന്നിട്ടുള്ള ഈ കേസുകളുമായി ബന്ധമുണ്ടെന്ന് തിരിച്ചറിയുകയും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാൻ പോവുകയും ചെയ്യും. ഈ കേസിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനിടയിൽ തന്നെ നായികയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ബലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ചെറിയൊരു ലീഡ് കിട്ടുന്നതും അതിനെ തുടർന്ന് ഇൻസ്പെക്ടർ അടുത്ത ഒരു കുട്ടിക്കുണ്ടാവേണ്ട അപകടം നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യും. അത്
തോൽവി നേരിട്ട പ്രതി പിന്നീട് ഇൻസ്പെക്ടറോടുള്ള പ്രതികാരത്തിന്റെ ഭാഗമായി നായികയെ ലക്ഷ്യമിടുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങളായി ആരോ നായികയെ പിന്തുടരുന്നതായി നായികയ്ക്ക് തോന്നുകയും അത് നായകനോട് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നായികയെ തന്നെ അവന് ഇരയെ വിട്ടുകൊടുക്കുകയും ഇങ്ങനെ അവളെ പിന്തുടർന്ന വില്ലൻ ഒരു ദിവസം പിടികൂടുകയും വിജനമായ ഒരു പ്രദേശത്ത് കെട്ടിയിട്ട് ഇന്ത്യയെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് വില്ലൻ്റെ നെറുകയിൽ ഒരു ബുള്ളറ്റ് തുളച്ചു കയറുന്നതായി കാണുന്നു. പിന്നീട് നായികയും പ്രതികരിച്ചിരിക്കുന്നതായി കാണുന്നു. വാർത്ത ഇതാണ്. എറണാകുളം പെരുമ്പാവൂരിൽ കുളമ്പ് രോഗം കണ്ടെത്തി. പശുക്കളുടെ രോഗസ്ഥിതി, ആശുപത്രിയിലെ പരിചരണക്കുറവ്, ക്ഷീരവികസന കമ്മിറ്റികളുടെ ഉഴപ്പ് ആണ് ഇത് വിശദീകരിച്ചിരിക്കുന്നത്. ഈ കുളമ്പ് രോഗത്തിൽ ഞങ്ങളൊരു ഇമാജിനറി ഒരു വൈറസിനെ സംബന്ധിച്ച് ഒരു സർവൈവൽ ത്രില്ലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഥയുടെ പേര് സർവൈവൽ എന്നാണ്. അതായത് ഇടുക്കി മലയോര പ്രദേശങ്ങളിലെ താലൂക്ക് ആശുപത്രിയിൽ വായിൽ പുണ്ണും വായിലൂടെ നുരയും പതിവിന് പനി അങ്ങനെ പലതരത്തിലുള്ള രോഗലക്ഷണങ്ങൾ വന്നിട്ട് കുറേയധികം ആൾക്കാർ അഡ്മിറ്റ് ആവുകയാണ്. അപ്പോൾ ഈ അഡ്മിറ്റ് ആവുന്നു. അപ്പോൾ അതിൽ പതുക്കെ അഡ്മിറ്റായ കുറേയധികം ആൾക്കാർ മരിക്കുന്നു. മരിച്ചതിന് ശേഷം എന്താ പറയുക, ജില്ലാ മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ എന്താണ് ആൾക്കാർ മരിക്കാനുണ്ടായ കാരണം, എന്ത് രോഗമാണ് പടർന്നു പിടിച്ചതെന്നുള്ള രീതിയിലുള്ള അന്വേഷണങ്ങൾ വരുന്നു. അപ്പോൾ ഈ മരിച്ച എല്ലാവരുടെയും കൂടി ടോട്ടാലിറ്റി എടുക്കുമ്പോൾ അവർക്കെല്ലാവർക്കും ഒരു പൊതു സ്വഭാവമുണ്ട്. കാരണം അവരെല്ലാവരും മരിച്ചവരും ഒരു ക്ഷീരകർഷകരാണ്, അല്ലെങ്കിൽ ക്ഷീരകർഷകരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെന്ന് കണ്ടെത്തുന്നു. പിന്നീട് ജില്ലയിൽ പൂർണ്ണമായിട്ട് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പശുക്കളെ മുഴുവനായിട്ട് നിരീക്ഷിക്കുന്നു. അപ്പോൾ പശുക്കളെ നിരീക്ഷിച്ച് കുളമ്പ് രോഗം പകർത്തുന്ന, അതായത് മ്യൂട്ടേഷൻ സംഭവിച്ചൊരു വൈറസ് അത് മനുഷ്യരിലേക്ക് കൂടി പകർന്നു പിടിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് കണ്ടെത്തുകയാണ്. അപ്പോൾ പിന്നീട് ഈ വൈറസിനെ പറ്റി കൂടുതൽ അന്വേഷിച്ച സമയത്ത് ഏകദേശം ഒരു 24 വർഷങ്ങൾക്ക് മുൻപ് ഫ്രാൻസിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അപ്പോൾ അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ നയതന്ത്രജ്ഞർ, അതായത് ഫ്രാൻസ് എംബസിയായിട്ട് ബന്ധപ്പെടുന്നു. അതിനുശേഷം ഫ്രാൻസിലെ ഇന്ത്യൻ വംശജൻ ആയിട്ടുള്ള ഒരു ഡോക്ടർ അടങ്ങുന്ന ഒരു 14-അംഗ സംഘം ഇന്ത്യയിലേക്ക് വരികയാണ്. അതിനുശേഷം അവർ ഇന്ത്യയിലുള്ള, നമ്മുടെ കേരളത്തിലുള്ള നാട്ടിലെ പ്രതിജ്ഞാസമ്പന്നരായ, അതായത് ഡോക്ടറുമായിട്ട് മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരെയും കൂടി ചേർത്തിട്ട് ഒരു ഗ്രൂപ്പ് തയ്യാറാകുന്നു. പിന്നീട് അവർ 3 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ്, ഒരു ഗ്രൂപ്പ് ഇതിനുള്ള വൈറസിനെതിരായിട്ടുള്ള സാധനം കണ്ടുപിടിക്കാനുള്ള പരിപാടികളും, പിന്നെ കുറേ പേര് ഇതിൻ്റെ കേസ് സ്റ്റഡി നടത്തി രോഗം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അവസാനം അവർ ഇതിനെ എന്താ പറയുക, നമ്മൾ നിപ്പേനെയൊക്കെ പിടിച്ചു കെട്ടിയ പോലെ ഇതിനെ പിടിച്ചു കെട്ടുന്നു. അങ്ങനെ നമ്മുടെ ആ ഇടുക്കി ജില്ല ഈ രോഗത്തിൽ നിന്ന് വിമുക്തമായെന്ന് പ്രഖ്യാപിക്കും. ഇപ്പോൾ 4 പ്ലോട്ടിനും മാർക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇട്ടായിരുന്നോ? ഓക്കെ. ഇനി ആദ്യത്തെ 4 പ്ലോട്ടുകൾ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ ഇട്ട മാർക്ക് വെച്ചിട്ട് ഏറ്റവും അടിപൊളി പ്ലോട്ടെന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ തോന്നിയെങ്കിൽ അവരൊന്ന് കൈവക്കുക. ഓക്കെ. സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ആണെങ്കിൽ ഒന്ന് കൈവക്കുക. നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ നോക്കാൻ കുഴപ്പമില്ല. തേർഡ് ഗ്രൂപ്പിൻ്റെതുണ്ടെങ്കിൽ കൈവക്കുക. ഓക്കെ. ഫോർത്ത് ഗ്രൂപ്പിൻ്റെതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ കൈവക്കുക. ഫോർത്ത് ഗ്രൂപ്പിൻ്റേത് ഞാനും പൊക്കും. കാരണം നമ്മൾ ഇതാണ് ആക്ച്വലി ഈ ഗെയിമിൽ നിന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ. അവർ പ്ലോട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിരുന്നു. ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, ആ ന്യൂസ് ഇത് നമ്മുടെ പെരുമ്പാവൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ന്യൂസാണ്. കൂവപ്പടി, ഒക്കൽ, രായമംഗലം, മുടപ്പുഴ, പെരുമ്പാവൂർ പ്രദേശങ്ങളിൽ കുളമ്പ് രോഗം കണ്ടെത്തി. ഇത് മനുഷ്യനെ സംബന്ധിക്കുന്ന ഒരു കാര്യം പോലുമല്ല, അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ സാധാരണ ഒരു ഗതിയിൽ പ്ലോട്ട് ചിന്തിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ആ കർഷകരുടെ വേദന പറഞ്ഞിട്ട് നമുക്കങ്ങ് പോകാം. പക്ഷേ ഇവിടെ അവർ കൊണ്ടുവന്ന എന്താണ്, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു ചെറിയ പ്ലോട്ടിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് ആ പ്ലോട്ടിനെ അവർ ആദ്യം വലുതാക്കി, നടന്ന സംഭവത്തെ ആദ്യം അവർ വലുതാക്കി. ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താകുമെന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ഇത് മനുഷ്യരിലേക്ക് പകരുന്നു എന്നുള്ളൊരു ആശയത്തിലേക്ക് അവർ വന്നു. അവിടെ നിന്നാണ് പിന്നെ ആ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള രീതിയിൽ നിങ്ങൾ കുറച്ചുകൂടി ഇതുപോലെ ഇപ്പം ന്യൂസ് ആണെങ്കിൽ, നിങ്ങളിപ്പോൾ
സംസാരിച്ച് കേൾക്കുന്ന ഒരു വിഷയമാണെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു നല്ല കൈയ്യടി കൊടുക്കണേ. ഇനി സെക്കൻഡ് പ്ലോട്ടാണ്. സെക്കൻഡ് പ്ലോട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് മൈക്ക് കുറച്ചുകൂടി അടുത്ത് വെച്ച് സൗണ്ടിൽ ഒരു ഗ്രൂപ്പുകാർ പറഞ്ഞ ന്യൂസ് തന്നെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. കാരണം അതിനകത്തൊരു പ്രതിലിപിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്. ഞെട്ടിക്കുന്ന വാർത്ത. ഇൻസ്റ്റഗ്രാമിലെ കൂട്ടുകാരോട് സൗഹൃദം. 16-കാരനെ കുത്തിക്കൊന്ന 15-കാരൻ അറസ്റ്റ്. ഗുരുഗ്രാമിലാണ് സംഭവം. അപ്പോൾ കൊല്ലപ്പെട്ട 16-കാരനും പ്രതിയും ഒരേ ഗ്രാമത്തിലായിരുന്നു. 16-കാരന് 1.5 വർഷത്തോളമായി ഇൻസ്റ്റഗ്രാമിൽ ഒരു പെൺകുട്ടിയുമായി സൗഹൃദമുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് പെൺകുട്ടി 15-കാരനുമായി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ തെറ്റിദ്ധരിച്ച് 16-കാരനെ ഒരു കത്തി വാങ്ങി താങ്ങുകയായിരുന്നു. ഇപ്പോഴത്തെ യുവജനതയ്ക്ക് പറ്റുന്നൊരു സംഭവമാണിത്. കാരണം ഈ പെൺകുട്ടികളായിട്ടുള്ള സൗഹൃദം പ്രണയത്തിലേക്ക് നീങ്ങുന്നതും അതുമൂലം ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നത് അതിനുള്ള ഉദാഹരണമാണ്. ഇപ്പം നമ്മുടെ കഥ ഇതിനെ ബേസിലായിരിക്കും അദ്ദേഹം പറയും. നോർത്ത് ഇന്ത്യയിൽ നടന്ന സംഭവമാണെന്ന് പറഞ്ഞു. നമ്മളതിനെ ചെറുതായിട്ടൊന്ന് കേരളീകരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെ മനു എന്ന് പറയുന്ന നായകൻ നമ്മളെ ശ്രുതിയെ പരിചയപ്പെടുന്നു. പിന്നെ അവർ സ്ഥിരം ചാറ്റിങ്ങൊക്കെ നടത്തി ചെറിയ ചെറിയ കമ്പനിയായി. പിന്നീട് അത് ഒരു പ്രണയത്തിലേക്ക് മാറി. അപ്പോൾ മനു 16 വയസ്സ്, പറയുന്ന നായികക്ക് 12-13 വയസ്സുണ്ടാവും. അപ്പോൾ അവർ തമ്മിലുള്ള ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു പ്രണയത്തിലേക്ക് വഴിമാറുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഈ ശ്രുതി എന്ന് പറയുന്ന നായിക കൂട്ടുകാരനായിട്ടുള്ള രാഹുലുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നായകന് എപ്പോഴും ഒരു ഒരു സംശയരോഗി പോലുള്ളൊരു മെന്റാലിറ്റി ഉള്ള ആളാണ്. അത് നമ്മൾ പ്ലോട്ട് വികസിപ്പിക്കാൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം. നമ്മൾ ചെറിയൊരു പ്ലോട്ട് പോലെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ അവൻ വന്നിട്ട് മനു വന്നിട്ട് ശ്രുതിയെ താക്കീത് ചെയ്യുക. ഇനി രാഹുലിനെ കാണരുത്, അവരുമായിട്ട് സംസാരിക്കരുത്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സ്ഥിരം ക്ലീശ ഡയലോഗ്. അതിനുശേഷം ശ്രുതി അപ്പോൾ പറയുന്നത്, ഇനി പറയുന്ന ജീവിക്കാൻ എനിക്ക് പറ്റില്ല, എനിക്ക് ഇന്നയാളെ കണ്ട് എനിക്ക് വേറെ കാര്യമുണ്ട്, അപ്പോൾ എല്ലാവരും കാണുന്ന പരസ്പരം ഇഷ്ടമായിട്ടല്ല, അപ്പം മറ്റു പല കാര്യങ്ങളുണ്ട്, എനിക്ക് അതിനെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അവൾ പറയുന്നതുകൊണ്ട് ഇതേ ആവശ്യമായിട്ട് മനു രാഹുലിൻ്റെ അടുത്തേക്ക്. രാഹുലുമായിട്ട് തമ്മിൽ തർക്കമാവും, അവർ തമ്മിൽ വഴക്കാവും, ആക്രമണമാവും. അതിനുശേഷം മനു ഒരു കാര്യം ചെയ്യുന്നതൊക്കെയാണ്, എങ്ങനെ പോയാൽ പറ്റില്ല, നമുക്ക് രാഹുലിനെ ഇല്ലാതാക്കിയാലേ സുധിയ ലക്ഷദ്വീപ് സ്വദേശികളായ 2 പോലീസുകാർക്ക് പിടിയിലായി. ആ സംഭവത്തിൽ ഉൾപ്പെട്ട 3-ാമനെ പിടിച്ചത്. ലക്ഷദ്വീപിൽ നിന്നും എയർ ആംബുലൻസിൽ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ റോഡിന്റെ സഹയാത്രികരും ബന്ധുവുമായ ഹസീഫ് ഇതിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അയാളുടെ പക്കൽ നിന്നും തിമിംഗല വിസർജ്യം പിടിക്കുന്നു. പോലീസ് അന്വേഷണത്തിന് ഉത്തരവിടുന്നു. SI ഗോവിന്ദ് ഷേണയ്ക്കാണ് ആ ചുമതലയുള്ളത്. ഹസീഫ് PSC SI ലിസ്റ്റിൽ ഉള്ള ആളാണ്. അയാളുമായിട്ടുള്ള സംസാരത്തിൽ ഹസീഫ് പാവാണ്, നിരപരാധിയാണ് SI മനസ്സിലാവുന്നത്. ലക്ഷദ്വീപിൽ ഉള്ളൊരു വലിയ മീൻ കച്ചവടക്കാരനാണ് ഇതിന് പിന്നിലെന്ന് SIക്ക് മനസ്സിലാവുന്നു. ഹസീഫിന്റെ സഹായത്തോടെ അയാൾ ലക്ഷദ്വീപിലേക്ക് പുറപ്പെടുകയാണ്. പിന്നെ ഒരുപാട് പ്രശ്നത്തിന് ലാസ്റ്റായിട്ട് അന്വേഷണത്തിന് ഒടുവിൽ കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നു. സെക്കൻഡ് റൗണ്ടില് ഫസ്റ്റ് ടീമിന്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടവർക്ക് കൈവക്കാവോ? ഓക്കെ, സെക്കൻഡ് ടീമിന്റെ. ഓക്കെ, തേർഡ് ടീമിന്റെ. ഫോർത്ത്. ഓക്കെ, ഈ റൗണ്ടില് ആക്ച്വലി ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയത് തേർഡ് ടീമിൻ്റെയാണ്. വളരെ ചെറിയൊരു പ്ലോട്ടായിരുന്നു അത്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് DNA സാമ്പിൾ കളക്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരു ഡാറ്റ അത് എഴുതി നമ്മളുടെ പ്രതിലിപി പ്രൊഫൈലിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ടാകും. അതിൻ്റെ ലിങ്ക് എല്ലാവർക്കും അയച്ചു തരാം. അപ്പോൾ ആ കഥയെ എങ്ങനെ മനോഹരമാക്കാമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? എന്താണെന്ന് മനസ്സിലായല്ലോ?
അപ്പോൾ ഇനി നമുക്കൊന്ന് നമ്മൾ ആദ്യം ഇരുന്നത് പോലെ റൗണ്ടിലിരിക്കണം. എല്ലാവരും ഒന്ന് റൗണ്ടിലിരിക്കാവോ? ഇതില് കഥയിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ കുറയ്ക്കാനോ ഉണ്ടെങ്കിൽ ഞാൻ ഇടപെടുന്നതായിരിക്കും. അപ്പോൾ ഈ കഥ എഴുതുന്ന സമയത്ത് നമ്മളുടെ കൂട്ടായ്മയുടെ ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ കാണിക്കാൻ പോകണം അല്ലേ? അപ്പൊ അത്രയും ശ്രദ്ധയോടുകൂടി വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ തന്നെയല്ലേ ഉള്ളത്? ഉറപ്പല്ലേ? ഓക്കെ അല്ലേ? എല്ലാവരും ഒന്ന് കൈ രണ്ട് മടിയിൽ വെച്ചിട്ട് ഒന്ന് കണ്ണടച്ചിരിക്കാം. പൂർണ്ണമായിട്ട് കണ്ണടയ്ക്കാം. നമ്മളിനി കേൾക്കാൻ പോകുന്നത് ഓരോരുത്തരായിട്ട് പറയുന്ന കഥയാണ്. ഓക്കെ, പക്ഷെ ഓരോരുത്തർ പറയുന്ന ഓരോ സെന്റൻസിൽ നിന്ന് നമ്മൾ വലിയൊരു കഥയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എൻ്റെ കോൺട്രിബ്യൂഷൻ അതിൽ അത്രയും നന്നായിരിക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരാം. ആ കഥയെ ഏറ്റവും മനോഹരമായ രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ആ കഥയുടെ തുടക്കം എന്താണെന്നോ ഒടുക്കം എന്താണെന്നോ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് സാധിക്കുന്ന ഏറ്റവും നല്ലൊരു സെന്റൻസ് ആയിരിക്കണം എനിക്ക് കഥയിലേക്ക് കൊടുക്കാൻ പറ്റുന്നത്. അത് മനസ്സിൽ പൂർണ്ണമായിട്ടും ചിന്തിക്കുക. ഒരു മിനിറ്റ് ഒന്ന് ശാന്തമായിട്ടിരിക്കുക. ഒറ്റ മിനിറ്റിൽ നമ്മൾ കഥ സ്റ്റാർട്ട് ചെയ്യണം. കണ്ണടച്ചിരിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസിങ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാം അത് പറയുമ്പോൾ കേൾക്കുന്ന ഓരോരുത്തർക്കും കൗതുകമാണ്. ഒരാളൊരു സെൻറ്റൻസ് കൊണ്ട് എങ്ങനെ കഥ പൂർത്തീകരിക്കാം. നമ്മൾ 30 പേരുകൊണ്ട് ഒരു കഥ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പല ഭാഗത്തും കൈവിട്ട് പോയി, അതായത് ഇനി എന്ത് എന്ന് പല ചിന്തകളും വരുമ്പോൾ നമുക്ക് അടുത്ത ടെസ്റ്റ് ഒരാളിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ അതുവരെ ചിന്തിച്ച കഥകൾ മൊത്തം മാറും. പിന്നെയും വീണ്ടും വേറൊരു ടെസ്റ്റിലോട്ട് പോകും, അവിടെ നിന്നും പണി കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മളിത് എങ്ങനെ പോകുമ്പോൾ മാം അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഐഡിയ വരും. എങ്ങനെയായാലും തുടങ്ങിയപ്പോൾ ഒരു സാധാ ഒരു മിസ്റ്ററി ആയിട്ട് തുടങ്ങിയത് അവസാനിപ്പിച്ച നല്ല അടിപൊളിയായിട്ടാണ്. അപ്പോൾ ഇനി അതെങ്ങനെയാണ് ഡെവലപ്പ് ആയെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കൂ. എല്ലാവരും ഓരോ സെന്റൻസ് വെച്ചാണ് പറയേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വീഡിയോ ഓൺ ആക്കിയിരിക്കുന്ന വോയിസ് റെക്കോർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോൺ എല്ലാവരുടെയും കയ്യിലേക്ക് പാസ് ചെയ്യുന്നുണ്ടാകും. ഫോണിലെ വോയിസ് ക്ലിയർ ആയിട്ട് കിട്ടുന്ന രീതിയിൽ പറയുക. എല്ലാവരും ഓരോ സെന്റൻസ് ആണ് പറയേണ്ടത്. ആദ്യത്തെ റൗണ്ടിൽ തന്നെ കഥ അവസാനിക്കണമെന്നില്ല കേട്ടോ. ഓക്കെ, ഷാരി അന്നത്തെ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവളുടെ മനസ്സിൽ മുഴുവൻ അനേകം ചോദ്യങ്ങൾ അവളെ കൊത്തിവലിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ അവനെ കാണുമ്പോൾ എന്താണ് പറയുന്നത് അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പല ആൾക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദേഷ്യപ്പെടണം, അവനോട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന അവസ്ഥയിലാണ് എനിക്ക്. എന്നാണ് അവൻ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മുടെ സൗകര്യത്തിൽ ഇവിടം വരെ ക്ലിയർ ആണോ? ഓക്കെ, ഒന്നുകൂടി അത് പറഞ്ഞുതരാം. ഷാരി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഷാരിയുടെ മനസ്സിൽ മുഴുവൻ ചോദ്യം കിട്ടാത്ത
ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളായിരുന്നു. അവനോട് എന്ത് ഉത്തരം പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. സത്യസന്ധമായി എന്തെങ്കിലും പറയണോ അല്ലെങ്കിൽ അതിനോട് ദേഷ്യപ്പെടണോ, അതാണ് ഷാരി ആലോചിച്ചുകൊണ്ടിരുന്നത്. അവൻ ഇന്നലെ ഷാരിയോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് കാര്യമാണെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോൾ ഷാരിയുമുണ്ട്, അവൻ എന്ന് പറയുന്ന ഒരു മെയിൽ ക്യാരക്ടറുണ്ട്. അവൻ എന്തോ ഷാരിയോട് ചോദിച്ചിട്ടുണ്ട് ഇന്നലെ, പക്ഷെ അത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നല്ല സുഹൃത്തുക്കളായിരുന്നു അവർ. അതിനൊരു പ്രണയത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രണയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സൗഹൃദം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയും ഷാരിക്കുണ്ട്. ഷാരിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയിരുന്നത്, ധൈര്യം നൽകിയിരുന്നതും ആ സൗഹൃദമായിരുന്നു. ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഒരിക്കലും ആ സൗഹൃദത്തെ പ്രണയത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഇത്രയും ആഴത്തിൽ ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഓക്കെ, ഇവിടെ ഷാരിയുടെ ചിന്തകൾ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ അവൻ ഷാരിയോട് ചോദിച്ചത് നമ്മുടെ സൗഹൃദത്തെ നമുക്കൊരു പ്രണയത്തിലേക്ക് കൊണ്ടുപോകാമോ എന്നുള്ള ചോദ്യം തന്നെയായിരുന്നു. പക്ഷേ ഷാരി അച്ഛനോ അമ്മയോ ഇല്ലാതെ ഒരു അനാഥാലയത്തിൽ വളർന്നവളായിരുന്നു. അവളുടെ വിവാഹം അനാഥാലയത്തിലേക്ക് കരുണ പോലെ വന്നെത്തിയ അനന്തനുമായി ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കിയാണ് ഈ പറയുന്നത്. നീ മാത്രമെന്തേ വന്നില്ല, മൊട്ടയില പന്തലിക്ക് പൊട്ടു തൊട്ടു ഞാനിരുന്നു, പാർപ്പൂ തുമ്പികളോ കൂട്ടിരുന്നു, കണ്ണാടിപ്പുഴ പാടി പുല്ലാനിക്കതിരാടി, നീ മാത്രമെന്തേ വന്നില്ല, നീ മാത്രമെന്തേ വന്നില്ല. ഏറ്റവും കൂടുതൽ വരുമാനമാക്കുന്നത് അത് ഫസ്റ്റ് പോയിന്റ്. അത് മാത്രമല്ല, ഒരു മത്സരം നടന്നാലും ഏറ്റവും കൂടുതൽ രചനകൾ വരുന്നത് മലയാളത്തിൽ നിന്നാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മലയാളം മുന്നിട്ട് നിൽക്കുവാണ്. നമുക്ക് പ്രതിലിപിയിൽ പലപ്പോഴും മിഠായിപ്പൊതികളായിട്ടും കേക്കുകളായിട്ടും ഒക്കെ സ്നേഹാന്വേഷണം നടത്തിയിട്ടുള്ളത് മലയാളത്തിലുള്ള രചയിതാക്കളാണ്. അപ്പോൾ അത് നമ്മൾ ഒരിക്കൽ കൂടി ഏറ്റവും കൂടുതൽ പ്രീമിയം സബ്സ്ക്രൈബ് ചെയ്യുന്നതും മലയാളീസാണ് കേട്ടോ. അപ്പോൾ പ്രതിലിപി മലയാളം എന്ന് പറയുന്നത് പ്രതിലിപിയിൽ മുഴുവൻ ഒരു നെടുന്തൂണായിട്ട് നിൽക്കുന്നുണ്ട്. അതിനും നിങ്ങളോട് ഒരു വലിയ നന്ദി അറിയിക്കുന്നു. നമ്മളൊരു ഇന്ത്യയുടെ ഒരു കൊച്ചു മൂലയ്ക്കാണെങ്കിലും ബാക്കി 12 ഭാഷകളിൽ നിന്ന് വേറിട്ട് വലിയൊരു ഭാഷയായി നിൽക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. അതിൽ വലിയ സന്തോഷം. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ചെറിയ സെഷൻ കൂടി നടത്തണമെന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് സമയമായിട്ടുണ്ട്, 4 മണിയായി ഓൾറെഡി. നമുക്ക് ചായ കുടിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സർട്ടിഫിക്കറ്റും ട്രോഫീസൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി പിരിയാനുള്ള സമയമാണ്. ആർക്കെങ്കിലും ചെറിയൊരു പാട്ട് പാടാനോ അല്ലെങ്കിൽ നമ്മളുടെ പ്രോഗ്രാമിനെ പറ്റി എന്തെങ്കിലും പറയണമെന്നുള്ളവരുണ്ടെങ്കിലും ഇപ്പോൾ ഒന്ന് അതിനുള്ള സമയമാണ് കേട്ടോ.
വന്നതിൽ 90% ആൾക്കാരും പുതിയ ആൾക്കാർ തന്നെയായിരുന്നു. അവർ ലിപിക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിന് കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗം എന്നുള്ള ഓരോരുത്തരുടെ ഇങ്ങനത്തെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ ആ ചേച്ചി ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഒരു മൊമെൻ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് പോലും ഞങ്ങളൊക്കെ കണ്ടിട്ട് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്രത്തോളം അവർ ആ ഒരു പ്ലാറ്റ്ഫോമിനും എഴുതുന്ന കഥയ്ക്കും വാല്യൂ കൊടുക്കേണ്ടത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പ്രൗഡ് തോന്നുന്നൊരു മൊമെൻ്റാണ്. ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്നലെ പെട്ടെന്ന് തയ്യാറായി. അവിടെ മോൾക്ക് ലാബ് ഉണ്ട്, അത് കാരണം എനിക്ക് ലീവാക്കാൻ പറ്റില്ല എന്നാണ് ആദ്യമേ പറഞ്ഞു. എന്നിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എങ്ങനെയാണ് സമയത്ത് ഇവിടെ എത്തിപ്പെട്ടത് എനിക്ക് പറയാം. എനിക്ക് ഇവിടെ വന്നിട്ട് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ എത്തിയെന്ന്. ഷൈബേനെ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഞാൻ കുറേ പേരെ എക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ടാവുമെന്ന് വിചാരിച്ചവരാരും വന്നില്ലെങ്കിലും കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി, കാണാൻ പറ്റി. ഭയങ്കര സന്തോഷം. ഇനി ഇതുപോലത്തെ ഒരുപാട് മീറ്റപ്പുകൾ പ്രതികരിച്ച് സംഘടിപ്പിക്കാൻ പറ്റട്ടെ. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടട്ടെ. ഞങ്ങളുടെ സന്തോഷം കൊണ്ടാണോ അല്ലെങ്കിൽ ഞങ്ങൾ കാണിക്കുന്ന ആ ഒരു ഇതും പിന്നെന്താ പറയുക ഒത്തൊരുമ കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ മാം ഞങ്ങളെ ഒരു ടൂറൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടേക്കാണെന്നൊന്നും പറഞ്ഞില്ല. അതിൻ്റെ ഇടയിൽ അപ്പോൾ അവിടെ കേൾക്കുന്നുണ്ട് ഗോവ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒന്നും അറിയില്ല. ഇനിയൊക്കെ മാം തീരുമാനിക്കുന്നതല്ല. നമുക്ക് താല്പര്യമുള്ളവർക്ക് പോകില്ലാത്തവർക്ക് പോകണ്ട. ചാൻസ് കിട്ടണമെങ്കിൽ നമ്മൾ പോകും കേട്ടോ, അത് വേറെ കാര്യം. ഇവിടെ 2-3 പേർക്ക് കൃത്യം 4 മണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി ഞാൻ കൊണ്ടുവരാട്ടോ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് ഒന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവരൊന്നും ഇപ്പോൾ വരും. ഇനി നമ്മൾ നേരത്തെ ഗ്രൂപ്പായിട്ട് മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 4th ഗ്രൂപ്പും 3rd ഗ്രൂപ്പുമായിരുന്നു 2 വിജയിയായത്. അവർക്ക് 2 പേർക്കും മിഠായിയാണ്. അപ്പോൾ ഫസ്റ്റ് പ്ലോട്ടിൽ എല്ലാവരും കൊള്ളാമെന്ന് പറഞ്ഞ 4th ഗ്രൂപ്പിനെ സ്വീറ്റ്സ് വാങ്ങുന്നതിന് വേണ്ടി സെക്കൻഡ് ടാസ്കിൽ ഞാനുണ്ടായിരുന്ന ഗ്രൂപ്പിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് മിഠായി ഉണ്ടായിരുന്നു. നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഡയറി മിൽക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അത് 5 സ്റ്റാർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അത് നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിന് തന്നെ ചോയ്സ് തന്നു. ഞങ്ങൾ എന്നിട്ട് ഡയറി മിൽക്കാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ഫസ്റ്റ് ആദ്യമായിട്ടാണ് നമ്മളൊരു പ്രോഗ്രാമിന് പോയിട്ട് അവിടെ ഫസ്റ്റൊക്കെ കിട്ടുക, അംഗീകരിക്കപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. ഒരു സ്കൂളിൽ പോലും നമ്മൾ എസ് അല്ലാണ്ടൊന്നും എഴുതാത്ത ആൾക്കാരെല്ലാവരും പറയുന്നില്ല, ഞാൻ എൻ്റെ കാര്യം പറയാണ്. അവിടെ നിന്ന് സമ്മാനം കിട്ടുന്ന രീതിയിലോട്ടൊക്കെ മാറാം, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രതിലിപിയുടെ ഇങ്ങനൊരു മീറ്റപ്പ് ഉണ്ടാവുന്ന വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടപ്പോൾ നമുക്കൊരു ഗൂഗിൾ ഫോം ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് 2 ദിവസത്തെ ഒരു താമസിച്ചിട്ടുള്ള പരിപാടി വേണോ, അത് ഒരു ദിവസം രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകാനുള്ള ഇത് വേണോ. ഞാൻ 2 ദിവസം താമസിച്ചിട്ട് വന്നു തയ്യാറായിട്ട് ആയിരുന്നു വന്നത്. ഞാനെൻ്റെ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് എല്ലാവരുടെയും വയസ്സ് ചോദിച്ചുകൊണ്ട് ഒരു കോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വയസ്സ് ഇടുന്ന സമയത്ത് ചെറിയ കുട്ടികളുണ്ട്, 40-45 വയസ്സുള്ളവരുണ്ട്, 60 വയസ്സുള്ളവരുണ്ട്. കർത്താവ് ഇവരെല്ലാവരെയും കൂടി ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും? എല്ലാവരും പല സ്പെക്ട്രത്തിൽ വരുന്ന ആളുകളാണ്. അപ്പോൾ ഇവരെല്ലാവരെയും കൂടി എങ്ങനെ മാനേജ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്നിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ സാറാണെങ്കിലും വന്ന് നമ്മളെക്കാളൊക്കെ എനിക്ക് എനർജറ്റിക് ആയിട്ട് സംസാരിച്ചത് സാറായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലായി, ഓക്കെ എല്ലാവരും ഒരേ രീതിയിൽ സംസാരിക്കാനും ഇടപെടാനും എല്ലാം റെഡിയായിട്ട് വന്നിരിക്കുന്ന ആളുകളാണ്. അതിന് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. എങ്കിലേ നമുക്ക് ഇവിടെ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നിവിടെ വന്ന എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാനിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായിരുന്നു പറഞ്ഞത്, നമ്മുടെ ക്രൗഡ് ഭയങ്കര സൂപ്പറാണ്, അത് ഭയങ്കര കോർപ്പറേറ്റീവാണ്. അതുകൊണ്ടാണ് നമുക്ക് ഫസ്റ്റ് മീറ്റപ്പ് അത് തോന്നാത്ത ഒരു കുടുംബം എന്ന് പറയുന്ന രീതിയിലേക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് നന്ദി.
ഇനി നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് വിതരണമാണ് ബാക്കിയുള്ളത്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ പഴംപൊരി വിതരണമുണ്ട്. നമ്മളുടെ വായനക്കാർ നമുക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് എല്ലാവരും വാങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടി. ഫുഡ് നമ്മൾ പുറത്ത് ചായ അറേഞ്ച് ചെയ്യുന്നുണ്ടാകും. സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റും കൂടി ഗ്യാപ്പ് ഉണ്ട്. പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. ഒരു ATM അന്വേഷിച്ച് പോയതായിരുന്നു, ഇപ്പോൾ വരും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് തരാം. അതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും ഓരോ ഫോട്ടോ എടുക്കണ്ടേ? നമ്മളിവിടെ വന്നിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ മോശമല്ലേ? അപ്പോൾ നമുക്കിത് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് എടുക്കാമല്ലോ, കാരണം നമ്മളിവിടെ വെച്ചാണല്ലോ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ നിൽക്കാം. അപ്പോഴേക്കും അവരെല്ലാവരും എത്തും. പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ ചെറിയൊരു ട്രോഫി നൽകുന്നുണ്ട്. അപ്പോൾ ഇത് തരുന്നതിന് വേണ്ടി ദിലീപനെ ആക്ച്വലി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതാട്ടോ ദിലീപൻ സാറ്, അബി സാറ്, ഷൈമാമ. ഇവർ 3 പേരാണ് ലിബിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ഇവർ 3 പേരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. ഞാൻ എപ്പോഴും പറയണം വിചാരിച്ചായിരുന്നു, നമ്മൾ കഥകളിയിലൊക്കെ കേട്ടിട്ടുള്ളൂ ഷൈമാമയുടെ മുടിയുണ്ടോ മാഷാഅല്ലാ, നമ്മളൊരാളെങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയും. പക്ഷേ നമ്മൾ കണ്ടേക്കുന്ന കഥകളിലൊക്കെ കണ്ടേക്കുന്ന പോലെ തന്നെ നല്ല മുടിയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ കഥകളിയിൽ മാത്രമല്ല, അത്രയും മുടി നല്ല ഭംഗിയായിട്ട് കൊണ്ട് നടക്കുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വന്നവർക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നു, ഒരു മൊമെൻറ്റും ഉണ്ടായിരുന്നു. എല്ലാവരും പേരൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൗഡല്ലേ നമ്മൾ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ കൊണ്ടുവന്ന് വെക്കുക എന്ന് പറയുമ്പോൾ. എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷത്തോടെ വാങ്ങി. പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാവർക്കും, ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. എല്ലാവർക്കും സമ്മാനം കിട്ടി. പല ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, ഇടുക്കി, അങ്ങനെ ഒരുപാട് വേറെ വേറെ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ പലരും ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. പലരും ഒറ്റയ്ക്കൊക്കെ, ചെറിയ പിള്ളേരടക്കം ഒറ്റയ്ക്ക് വന്നേക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുമായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പറ്റാണ്ട് കൊച്ചിനെ കൊണ്ടാണ് പോയത്, ഇവിടെ അടുത്താണെങ്കിൽ പോലും. പിന്നെ ഞാനും ഷൈമ മാം, പിന്നെ ഇത് നമ്മൾ അവിടെ നിന്ന് കിട്ടിയൊരു ഭയങ്കര ഒരു ബോണ്ട് കിട്ടിയത്. ഇത് എൻ്റെ ടീം, ഞങ്ങൾക്കാണ് സമ്മാനം കിട്ടിയത്. പിന്നെ ഷൈമാമും അബിസാർ ഇവർ കപ്പിൾസാട്ടോ. പിന്നെ ലിബിയിൽ നിന്ന് ഇങ്ങനെ വെറുതെ കിടക്കുമ്പോൾ നമ്മളൊരു താങ്ക്സ് നമ്മുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ലിബിയുടെ ആൾക്കാരൊക്കെ പുറത്തായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു താങ്ക്സൊക്കെ എഴുതി വെച്ചു. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടും വീട്ടിലോട്ട് പോരാൻ ഭയങ്കര മടിയായിരുന്നു. അവിടെ ഇവിടെയൊക്കെ തട്ടി നടഞ്ഞുമായിരുന്നു എല്ലാവരും നിന്നിരുന്നത്. പിന്നെ അവിടെ നിന്ന് പോന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലൊരു 6 മണി 6:30 ആവാനായിട്ടുണ്ടായിരുന്നു എത്തിയപ്പോൾ. വീട്ടിൽ നിന്ന് 9:15 ഇറങ്ങിയതാണ്. പിന്നെ 6 മണി ആയപ്പോഴാണ് ഇത് ശിവരാത്രി മണപ്പുറത്തിൻ്റെ അടുത്തുള്ള തുരുത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു ഐലൻഡാട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാഴ്ചകളും കണ്ടു. ഈ പാലത്തിൽ കൂടെ ഞാൻ കുറേ നാളായിട്ടുണ്ടായിരുന്നു പോയിട്ട്. ഒരുപാട് വർഷമുണ്ട്, ഒരു 3 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് എന്തായാലും ആ റൂട്ടൊക്കെ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വ്ളോഗ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാത്തവർക്ക് കൂടെ വേണ്ടിയിട്ടാട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്.